ഹലോ ഗായ്സ്, എല്ലാവരും എന്തൊക്കെ പറയുന്നു? സുഖമാണോ? അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സാൻ ആന്റോണിയയിലെ റിവർ വാക്കിന് വന്നേക്കാണ്. ഇത് വൈകുന്നേരങ്ങളിൽ വളരെയധികം വൈബുള്ളൊരു സ്ഥലമാണ്. പാർട്ടി മൂഡാണ് ഇവിടെ വന്നപ്പോൾ തൊട്ട്. അപ്പോൾ ഇത് മറ്റൊരു സിറ്റി ആയിട്ട് അല്ല, ഒരു ഹാപ്പനിങ് സിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. ഒരു നദിയിൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന അതിമനോഹരമായ ഒരു നഗരമാണിത്. മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യം ഉള്ളതുപോലെ എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ. ഇവിടെ കാണുന്ന എല്ലായിടത്തും നല്ല ലൗഡ് മ്യൂസിക്കിൽ ആളുകൾ എൻജോയ് ചെയ്ത് പോകുന്നതാണ്. ഹൂസ്റ്റൻ്റെ വൈബ് മാറിയിട്ട് ഇപ്പോൾ വേറെ വൈബ് എത്തി. ഇത് കാണേണ്ട സ്ഥലം തന്നെ, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നമ്മൾ മിസ്സായി പോയനെ. വെക്കേഷൻ്റെ വേറൊരു മൂടെത്തി. കുറച്ച് ഹാപ്പനിങ് ഏരിയ ആണ്. ആ, നല്ല തിരക്കുണ്ട്. വൈകിട്ടായപ്പോൾ ഓണായെന്ന് തോന്നണം. സിറ്റി ടൂറൊക്കെ ഉണ്ട്, ഇതുപോലെ സൈക്കിളൊക്കെ എടുക്കുക. അതുപോലെ ആ, നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അതുപോലത്തെ ബോട്ട് വേണം നമുക്ക് എടുക്കാൻ. ഡൊമിനിക്കാണ് ഞങ്ങളുടെ മെയിൻ എന്താ പറയുക അമ്പ്രൂവിനെ ടേക്ക് ചെയ്യുന്ന ആൾ. അത് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ റിവർ വാക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു ബോട്ട് എടുക്കാൻ പോകണം. അപ്പോൾ അത്യാവശ്യം റിവർ വാക്ക് നമുക്ക് നടന്ന് കാണുന്നത് വലിയതായിട്ട് ബോട്ടൊക്കെ കറങ്ങി കാണാം. ആ ഒരു പരിപാടി പിടിക്കാൻ പോവുകയാണ് ഗൈസ്. നല്ല ലൈറ്റ് കിട്ടാൻ വൈബുള്ള ബോട്ടാണ്. പക്ഷേ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വന്നപ്പോൾ ഭയങ്കര ഹാപ്പനിങ് മൂഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബോട്ടിൽ കയറുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളും. ബോട്ട് എടുക്കുന്നതിൻ്റെ അവിടെ തന്നെ നമുക്ക് കൗണ്ടറുണ്ട്. അങ്ങനെ റിവർ വാക്കിൽ കൂടെയുള്ള നമ്മുടെ ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേകത, ഈ ബോട്ട് ഓടിക്കുന്ന ഈ ഡ്രൈവർ ഒരു നല്ലൊരു ഗൈഡും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ നഗരത്തിൻ്റെ എല്ലാവിധ ചരിത്രവും കിട്ടും. I will be your driver as we cover 2.5 miles on the San Antonio River. I do have some safety concerns. Nothing is like real major. If you could, try to keep your hands in the boat. And that's just something that people say. Obviously, no standing, no smoking, no vaping for 30 minutes. We have life jackets. I never really figured out why we have life jackets. The water is 4 feet deep. And if you have questions, please ask questions. This is your boat. I am at your service. It's a narrated boat tour. I'm going to point out the highlights. Now, we're here on the San Antonio River. We try to keep it clean. It's not like real easy. വളരെ ചരിത്ര സമ്പന്നമായ ഒരു നഗരം കൂടിയാണ് സാൻ ആന്റോണിയോ. 1836 ടെക്സസ് വിപ്ലവകാലത്തെ ചരിത്രപ്രധാനമായ അലാമോ യുദ്ധം നടന്നതും ഇവിടെ വെച്ചായിരുന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ കന്നുകാലി വ്യാപാരത്തിലൊരു പ്രധാന കേന്ദ്രമായി സാൻ ആന്റോണിയോ വളർന്നു. 1691 സ്പാനിഷുകാർ ഈ സ്ഥലത്ത് വരികയും ഇവിടെ വിശുദ്ധ അന്തോണീസിൻ്റെ പേരിൽ ഒരു മിഷൻ സ്ഥാപിക്കുകയും ചെയ്തു. അതിന് അവർ അന്തോണിയോ ദി പാദുവ എന്ന് പേര് നൽകി. പിന്നീട് അത് ചുരുങ്ങിയാണ് സാൻ ആന്റോണിയോ എന്ന് മാറിയത്.
അങ്ങനെ ഈ അതിമനോഹരമായ നഗരത്തിന് സാൻ ആന്റോണിയോ എന്ന പേര് ലഭിക്കുകയാണ്. Congeniality, which I'm sure is American ഇപ്പൊ തന്നെ West. ലൈറ്റ് കിട്ടപ്പോൾ തന്നെ വേറെ ലെവലാണ്. On my right is a sculpture depicting a cattle crossing. On my right is a sculpture of a Bronco. The top floor of the museum is dedicated to the Battle of the Alamo. ഓ In front of the boat's the Tower of Life building. Completed in 1929, in front of the boat is the only 8-sided high-rise in America. I will talk more about celebrating the victory at San Jacinto, which is outside of modern-day Houston, and that was the decisive victory of the Texas Revolution. Above the boat is Floodgate 3. Floodgate 3 is a garage door. It weighs 3 tons, and it was built in the 1930s. During absolute heavy rain, they lower the floodgate. This is a backup system. This is not your own. Construction on my right, they're building apartments here. The people who live here, they're going to hear my tour every day. $4,000 a month. That's how much the penthouse is. Sure, the one bedroom is very reasonable. Easier and easier to live in. On my right is the Esquire Tavern. The Esquire is the oldest bar on the river. It was a speakeasy during Prohibition. Above the Esquire Tavern is the Canopy Hotel. On my right is the newest hotel on the river. When you look to the right, the bar is... എങ്ങനെയൊക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാമോ അതുപോലെ എല്ലാം ഈ നഗരം റെഡിയാണ്. നമ്മൾ കാണുന്ന വഴിയും അതുപോലെ മരങ്ങളായാലും അല്ലെങ്കിൽ കണ്ടത് അടിപൊളി ഒരു ബാറ്, നമ്മൾ എവിടെയൊക്കെ നോക്കുന്നു അവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്. എന്തായാലും വരുന്നവർ വൈകുന്നേരം സമയത്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. On a busy day for us, over 10. Now we see a lot of people walking on the sidewalk. We always have to be very careful. This river is over 200 miles long. Most of the river is open to the public. South of downtown, people kayak, people fish. I saw an article, someone recently caught a 39-pound catfish a few blocks south of here. Did you guys win? Congratulations. On my right are 2 metal flowers. These were unveiled recently. Looks like the pink one is made from old bicycle parts. On my right is a waterfall, a lot of animal life called the Riverwalk Home, and we try to keep things moving. Hemisphere was a big deal. When looking around downtown today, we see the Hilton, the Tower, the Convention Center. These were all built for the World's Fair. It's actually for my parents, but the World's Fair is a big deal. In front of the boat is the Stargazer. Known as the Stargazer, she is holding a star in her hand. She is 16 feet tall. She is made from volcanic rock. Directly in front of the boat is the largest sculpture that we see on the tour.
The star itself is a large piece of marble. Directly to my left is an 8-foot statue of the saint. The city is named after St. Anthony. Bronze cathedral maybe is the River is a gigantic underground lake. That is where we get our drinking water. That is also where the river gets its water. And that is the real reason there's a major city here. That source of water has sustained people in the region for centuries. Now you look in front of the boat, we are back at the River Center Mall. So this will be the end of our tour. I want to thank everyone for coming on the boat. If you could, please remain seated. I am supposed to dock the boat. Finally, my name's Craig. Up here next to me, I do have a sign. My sign says, for a job well done. You can thank your boat driver. You can give your boat driver a tip. So up here, I have a tip jar, I have Venmo, I have Cash App. So obviously that's something that's appreciated. I really do appreciate you coming on the boat. I hope you have a good evening. Thank you very much. That's awesome. Guys, take Thank care. you. അടിപൊളി പരിപാടിയായിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു അല്ലേ? നൈസ് അല്ലാണോ? അടിപൊളി. വർത്തായി. ഇഷ്ടമാണോ കൂട്ടാ? നീ അതിനാണല്ലേ? അതിനാണ് നൈറ്റ് ആദ്യമായിട്ടാണ് പരിപാടി കൊള്ളാം. റിവർ വാക്കിൽ വരുന്നവർ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ ബോട്ട് ട്രിപ്പ്. മസ്റ്റ് പരിപാടിയാണ്, ആരും മിസ്സാക്കരുത്. വേറെ ഒന്നും പറയാനില്ല. നമ്മളങ്ങനെ ഈ നഗരത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ മെയിൻ അറിയപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ആ യാത്രയിലൂടെ മനസ്സിലായി. നമ്മളങ്ങനെ ബോട്ട് യാത്ര കഴിഞ്ഞ് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നടക്കാമെന്നൊരു പ്ലാനും, കൂടാതെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ യാത്ര ചെയ്തപ്പോൾ ബോട്ടിൽ പോയപ്പോൾ നല്ല അടിപൊളി കുറേ റെസ്റ്റോറൻറ്റുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാം. ഫുള്ള് ലൈവായി, നടക്കുന്ന വഴി ഇഷ്ടംപോലെ ആളുകളുണ്ട്, നല്ല മ്യൂസിക്, അടിപൊളി വൈബാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ അമേരിക്കയിൽ ഞങ്ങൾക്കിപ്പോൾ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഇതിന് മാറിയൊക്കെയാണ്. ഇനിയും ഇവിടെ വരുമ്പോൾ എന്തായാലും ഞങ്ങൾ വരും, കാരണം ടെക്സാസിൽ നിന്ന് വേറെ 3 മണിക്കൂറേ ഡ്രൈവുള്ളൂ. അടിപൊളിയാണ്. നൈസ് അല്ലേ? എനിക്ക് ബോട്ട് ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? ബോട്ടിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിരുന്നോ? എൻജോയ് ചെയ്തോ? രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെയും കണ്ടിന്യൂസ് ഈ ബോട്ട് ട്രിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, വരുമ്പോൾ വൈകിട്ടായിരിക്കും, ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ റിവർ വാക്ക് കൂടെ നടന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറിയൊക്കെയാണ്. ഇന്നത്തെ പരിപാടികൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയൊക്കെയാണ്. നൈസൊരു ആംബിയൻസ് ഉള്ള ഒരു മെക്സിക്കൻ റെസ്റ്റോറൻ്റാണ്. നല്ല ലൈറ്റും ആംബിയൻസൊക്കെ പിടിച്ച് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. നാളെ രാവിലെ ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഹൂസ്റ്റണിലോട്ട് പോകും. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണണം എന്നാണ് ആഗ്രഹം. ഞങ്ങൾ തിരിച്ചു പോകാൻ അധികം ആളുകളില്ല, ദിവസം എണ്ണപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഇന്ന് ഞങ്ങളുടെ സാരഥി ലൂക്ക പാപ്പി, ഡൊമിനിക്, കെസിയാണ്. പ്രിൻസിയും വിൻസും തിരിച്ചു പോയിരിക്കുന്നു. അവർക്ക് ജോലി സംബന്ധമായ ചില കാരണങ്ങൾ കൊണ്ട് തിരിച്ചു പോയിരിക്കുന്നു. എലി, നിൻ്റെ ബെസ്റ്റി എന്ത്? ബെസ്റ്റി എലിയുടെ ബെസ്റ്റിയായ ആമിയും തിരിച്ചു പോയിരിക്കുന്നു. ആമിക്ക് ബൂബു വന്നു. അപ്പം നാളെ ഞങ്ങൾ ആമിനെ തിരിച്ച് വീണ്ടും കണ്ടെത്തുന്നതാണ്. അതെ, നാളെ മുതൽ നമുക്ക് അതിലെല്ലാം ഉണ്ടാവും. എക്സൈറ്റ്മെൻറ്റ് ട്രിപ്പ് വരുന്നുണ്ട്. വലിയൊരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. ഉടനെ അതും കൂടെ സംഭവിച്ച് ഞങ്ങൾ തിരിച്ച് കയറി പോകും. അപ്പം എങ്ങനെയാണ്?
എനിക്ക് ഓർഡർ ചെയ്ത സാധനം എന്നതുപോലെ എനിക്ക് അറിയത്തില്ല. പേര് പറഞ്ഞേ. ഇതിന്റെ പേരെന്നാ? ഇത് കുടിക്കാൻ പറ്റില്ല. അപ്പൊ ഗൈസ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, എപ്പോഴും ഇതെങ്ങനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും റിവർ വാക്ക് വരിക, അതെ, എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാം മസ്റ്റ് വിസിറ്റ് ആണ്. ടെക്സാസിൽ വരുന്നവർ റിവർ വാക്ക് മിസ് ചെയ്യരുത്. അത് നൈറ്റ് വന്ന് പോകണം, എന്നാലേ ആ രസം കിട്ടുള്ളൂ. പകൽ എനിക്ക് അറിയത്തില്ല, പകൽ ചിലപ്പം പകലിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് രാത്രിയാണ്. പിന്നെ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ അതുവരേക്കും ബൈ ബൈ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എലി ബൈ പറയൂ.